സമസ്തയിൽ ഐക്യം വേണമെന്ന് ഇന്നലെ കാന്തപുരം വിഭാഗം അവർ നടത്തിയ സമ്മേളനത്തിൽ പ്രമേയം ഉൾപ്പെടെ പാസാക്കിയിരുന്നു. അപ്പോൾ ഐക്യം അനിവാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുവാർ നമുക്കൊപ്പമുണ്ട്. ഇന്നലത്തെ പ്രമേയം അങ്ങ് ശ്രദ്ധിച്ച് കാണും. അതിനകത്ത് പ്രധാനമായും പറയുന്നത് ഐക്യം വേണം, ഐക്യത്തിന് എതിരല്ല എന്നാണ് പറയുന്നത്. എന്താണ് ഒരു നിലപാട്? ബഹുമാനപ്പെട്ട സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട 21 പ്രമേയങ്ങളിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വമുള്ള ഒരു പ്രമേയമായിരുന്നു സുന്നി ഐക്യമെന്ന ആവശ്യം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭൂരിഭാഗം സുന്നികളാണ്, സുന്നി വിശ്വാസികളാണ്. ഏകദേശം ഒരു 10, 35, 40 കൊല്ലമായി 1990-കൾ മുതൽ പരസ്പരം കലഹിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത്. പള്ളികളിലും മദ്രസകളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി. ആ പഴയ കാലങ്ങൾ ഇപ്പം നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകേണ്ടതാണ്. അപ്പോൾ അതിനിടയിലാണ് പലപ്പോഴായി സുന്നി ഐക്യത്തിന് വേണ്ട ശ്രമങ്ങൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം മഹത്തായ ഒരു ആഗ്രഹമായി മനസ്സിൽ കരുതിയ സ്വപ്നമായിരുന്നു സുന്നികൾ ഐക്യം യോജിക്കണമെന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. 2018 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായൊരു ചർച്ച നടന്നു. ഇരു വിഭാഗത്തിലെ നേതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്. പിന്നെ കോവിഡിൻ്റെ സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നപ്പോൾ പ്രത്യേകമായ ആ സാഹചര്യത്തിൽ ആ കാര്യം നീണ്ടുപോയി. അന്ന് നിശ്ചയിക്കപ്പെട്ട ആ ചർച്ചൻ്റെ ബാക്കി പത്രമായിക്കൊണ്ട് തന്നെയാണ് സമസ്ത മുഷാവറയിലെ ഈ ചർച്ചയ്ക്ക് വരികയും സുന്നികൾ യോജിക്കണമെന്ന പ്രമേയം വരികയും ചെയ്തത്. ആ പശ്ചാത്തലത്തിലാണ് AP വിഭാഗം ഇന്നലെ അവരുടെ കോട്ടക്കൽ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അത് പറഞ്ഞത്. ഇത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്നതാണ്. മുസ്ലിം സമുദായം പൊതുവായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളും ഗ്രാമങ്ങളിലും ഒക്കെ പരസ്പരം ശണ്ട കൂടി നിന്ന കഴിഞ്ഞ കാലങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒന്നിച്ച് പോകാവുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അത് കാന്തപുരം ഉസ്താദും അതിനെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ സുന്നികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യം. ഇത് സംബന്ധിച്ച് ഇതിനു മുൻപ് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് കാലതാമസങ്ങളൊക്കെ വന്നു. അപ്പോൾ അത്തരത്തിലൊരു കാലതാമസം ഇനി ഉണ്ടാകരുതെന്നല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത്? അതെ, കാലതാമസം പാടില്ല. കാരണം 2018 ഒരുപാട് തവണ ചർച്ച നടന്നൊരു കാര്യമാണ്. പിന്നീട് അത് മുമ്പോട്ട് പോയില്ല. എന്തോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ഒന്ന് കോവിഡാണ്, മറ്റു പ്രത്യേക സാഹചര്യങ്ങളിൽ അത് വേണ്ടത്ര മുന്നോട്ട് പോകാത്ത സാഹചര്യം. ഇനി അത് ആവർത്തിക്കാതെ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് സുന്നികളായ ആളുകൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ചില ആളുകൾ ചേർന്ന് ഐക്യം തകർക്കാൻ ശ്രമം നടത്തിയെന്ന് ഇന്നലെ കാന്തപുരം ഉസ്താദ് ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിരുന്നു. അതിനോടുള്ള ഒരു നിലപാട് എന്താണ്? അല്ല, ഐക്യം നടക്കണമെന്നതാണല്ലോ നമ്മൾ ആഗ്രഹം. ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. കാരണം ആ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞതിന് ചർച്ച ചെയ്യാതെ വരും നാളുകളിൽ ഇതിനുള്ള സാധ്യതകളെ കുറിച്ചുകൊണ്ടാണ് സുന്നികളായ ആളുകൾ ചിന്തിക്കേണ്ടത്. മറ്റൊന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാം അപകടമാണെന്നും മതേതര പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിന് വിജയത്തിന് വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമുകൾക്ക് രാഷ്ട്രീയ മാന്യത നൽകുന്ന രാജ്യത്തിന്റെ ബഹുസ്വരതയെ പ്രതിസന്ധിയിലാക്കുമെന്ന പ്രമേയത്തിൽ പറയുന്ന പ്രമേയത്തിന്റെ പ്രസക്ത ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പരോക്ഷമായി കഴിഞ്ഞ തവണ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പ്രമേയവും പാസ്സാക്കിയിരുന്നു കുണിയിൽ നടന്ന സമ്മേളനത്തിൽ. അപ്പോൾ അതിനോട് ഏത് തലത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്? ഈ പ്രമേയങ്ങൾ 21 പ്രമേയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രമേയമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സിംഹഭാഗമുള്ള സുന്നി വിശ്വാസധാര ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അത് 3-4 സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഏകദേശം 90%, 95% സുന്നി വിശ്വാസികളാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവും വഹാബി പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനവും വിശ്വാസപരമായി വികലതയുള്ള പ്രസ്ഥാനങ്ങളാണ്. സുന്നി ആശയധാരയ്ക്ക് യോജിക്കാത്ത നിലപാടുകളുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാം വഹാബി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട 1948 മുതലും വഹാബി പ്രസ്ഥാനം രൂപം കൊണ്ട അന്ന് മുതലും ശക്തമായി സമസ്തയുള്ള ജമിയത്തുൽ ഉലമയെ എതിർത്തിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കേണ്ടതില്ല. സയ്യിദുൽ ഉലമ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കേണ്ട വിഷയമല്ല. മുജാഹിദിനെ എതിർക്കുക എന്നതും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക എന്നതും അതിൻ്റെ നയങ്ങൾ എതിർക്കുക എന്നതും ഞങ്ങളുടെ നിലപാടാണത്. അത് പതിറ്റാണ്ടുകളായി സൂക്ഷിച്ചു വരുന്ന നിലപാടാണ്. അപ്പോൾ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായി എന്നേ ഉള്ളൂ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എക്കാലും മതരാട്ടവാദത്തിൻ്റെ ആളുകളാണ്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണല്ലോ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടല്ലോ. അതിൽ അദ്ദേഹം അക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ തിയറിയിൽ നിന്ന് മതരാട്ടവാദം എന്ന ആശയം ഒഴിവാക്കിയ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല.
മൗദൂദി സാഹിബിനെ ഇതുവരെ തള്ളിപ്പറയാൻ അവർ തയ്യാറായിട്ടില്ല. അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി ആ മതരാഷ്ട്രവാദം പറയുന്നുണ്ട്. ഇപ്പോഴും അവർ പറയുന്നുണ്ട്. IPH പുറത്തിറക്കുന്ന അവരുടെ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ജനാധിപത്യം അവർ അംഗീകരിക്കുന്നില്ല, സോഷ്യലിസം അവർ അംഗീകരിക്കില്ല, മതേതര കാഴ്ചപ്പാട് അംഗീകരിക്കാത്ത ആളുകളാണ്. സർക്കാർ സർവീസിൽ പോലും പാടില്ലെന്ന് പറഞ്ഞൊരു കാലഘട്ടം അവർക്കുണ്ടായത്. പിൽക്കാലത്ത് അവർ അതിൽ മാറ്റം വരുത്തിയെങ്കിലും മതരാഷ്ട്രവാദം എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മാറി എന്ന് തുറന്നു പറയാൻ ജമാഅത്തിന്റെ നേതാക്കൾ പരസ്യമായി മീഡിയകൾക്ക് മുമ്പിൽ പറയട്ടെ. ആ വാദം ഞങ്ങൾക്കില്ല എന്ന്. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ പുസ്തകങ്ങൾ പിൻവലിക്കണം. IPH പുറത്തിറക്കി അവരുടെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ പരസ്യമായി പിൻവലിക്കാൻ തയ്യാറാകണം. അത് പറയാത്ത കാലത്തോളം ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കില്ല. മറ്റൊന്ന്, ജമാഅത്ത് ഇസ്ലാമി മറ്റൊരു സംഘടനയുമാണ് ഈ ഐക്യം തകർക്കാനുള്ള കാരണമെന്ന് പരോക്ഷമായ ഒരു വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പ്രമേയത്തിനകത്തും അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ഏകദേശം 948 മുതൽ 10-70 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർക്ക് മുസ്ലിം പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ജമാഅത്തെ ഇസ്ലാമി സാധ്യമായിട്ടില്ല. കേരളത്തിലെ മൊത്തം മുസ്ലിം ജനസംഖ്യയിൽ 1% പിൻബലം പോലും സാക്ഷാ ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അംഗബലമല്ല, മഹല്ലുകളോ പള്ളിയോ മദ്രസയോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർക്കൊരു മീഡിയ ഉണ്ട് എന്നതൊഴിച്ചാൽ ആളുകൾക്കിടയിൽ അവർക്കൊരു പ്രാതിനിധ്യവുമില്ല. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി പുതുതായി കണ്ടെത്തിയ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ കുതന്ത്രമാണ്, സംഘടനാ സംവിധാനത്തിലേക്ക് ഇരച്ചു കയറിയിട്ട്, സുന്നി സംഘടനാ സംവിധാനത്തിലേക്ക് ഇരച്ചു കയറിയിട്ട് അവരുടെ തലത്തിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ സമസ്തയിലുണ്ടായ വിഷയങ്ങളുടെ ഒരു പ്രധാന കാരണം അതാണ്. അതായത് സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവിടുത്തെ സിലബസിൽ വരെ അവർ വരുന്ന സാഹചര്യമുണ്ടായി. സിലബസിൽ വരെ പാഠഭാഗത്തിൽ വരെ ഇവരുടെ ആശയങ്ങൾ കുത്തിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ജമാഅത്തെ ഇസ്ലാമി എടുത്ത 18ാമത്തെ ഒരു തന്ത്രമാണ്. അതായത് പ്രമാണബദ്ധമായി സുന്നി പണ്ഡിതന്മാരെ നേരിടാൻ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കോ മുജാഹിദിനോ കഴിയില്ല. ഈ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണോ? ജമാഅത്തെ ഇസ്ലാമി ഇത് ഒന്നിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പോലും ഇന്നലെ കോട്ടക്കലുണ്ടായ സമ്മേളനത്തിലെ വിഷയങ്ങളിൽ നിന്ന് അതിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് പൊലിപ്പിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയകൾ വളരെ സജീവമായി ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. കാരണം അവർക്ക് വേണ്ട ഈ രണ്ട് സുന്നികളും ഒന്നിക്കരുത്, ഈ വിധത്തിൽ പോകണമെന്നതാണ്. അതുകൊണ്ട് തന്നെ സുന്നി ഒന്നിക്കുന്ന എപ്പോഴൊക്കെ അവസരമുണ്ടോ അപ്പോഴൊക്കെ അതിന് തടയിടാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ മീഡിയ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കാം കാന്തപുരം ഉസ്താദിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് പരാമർശിക്കപ്പെട്ട കാര്യം. ജമാഅത്ത് ഇസ്ലാമി പ്രധാനമായും പറയുന്നത് മതരാഷ്ട്രം എന്ന വാദത്തെ അതിൽ ഉറച്ച് നിൽക്കുകയാണ്. അവരുടെ പല നേതാക്കളും അത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ പരസ്യമായി നടത്താറുണ്ട്. അതിനെ എങ്ങനെയാണ് സമസ്ത നോക്കിയത്? അല്ല, മതരാഷ്ട്രവാദം എന്ന ആശയം ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അപകടമാണ്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആശയപരമായി വിയോജിപ്പുണ്ട്. അതായത് അടിസ്ഥാനപരമായി ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും സുന്നികളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പോൾ തറാവി നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ, അത് പള്ളിയിലെ പെണ്ണുങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ സുന്നി ആശയധാരക്കെതിരെ, അത് വഹാബി ആശയമാണ് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടേത്. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളമൊക്കെ പരസ്പരം സൗഹൃദത്തിൽ കടന്നുപോയ നാടാണ്, പരസ്പരം ഒന്നിച്ചു പോയൊരു നാടാണ്. ഇതിനിടയിൽ ഈ മതരാഷ്ട്രവാദം എന്ന ആശയം കൊണ്ടുവരുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമേ ഉണ്ടാക്കൂ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കാരണം ഇതര സമൂഹങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പോയ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആ സൗഹൃദ അന്തരീക്ഷത്തിന് വിഘാതമുണ്ടാക്കാൻ ഇവരുടെ ഈ മതരാഷ്ട്രവാദം എന്ന ആശയം നിമിത്തമാകും. അത് സമുദായത്തിന് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാക്കൂ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ എതിർക്കുന്നു. മുനീഫ് തിരൂരിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.